ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് കണ്ണിന് ഇച്ചിരി സുഖമില്ല. സോ വീഡിയോ വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇന്ന് നമുക്ക് എൻ്റെ ഈ വീഡിയോയിൽ ഒരു പുതിയൊരു സെക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ റീഡിങ്ങിൻ്റെ സിനണിംസ് ആണ്. അപ്പോൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സിനണിംസിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്കറിയാം, നമുക്ക് റീഡിംഗ് മൊഡ്യൂളുണ്ട്, അതുപോലെ തന്നെ ലിസണിങ് മൊഡ്യൂളുണ്ട്. റീഡിങ്ങിന് മാത്രമല്ല, ലിസണിങ്ങിനും സിനണിംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കരുതുന്നത് റീഡിങ്ങിന് മാത്രമാണ് സിനണിംസും കൊണ്ട് യൂസ് ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല, നമുക്ക് റീഡിംഗ് പോലെ തന്നെ ലിസണിങ്ങിനും സിനണിംസിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ലിസണിങ് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ലിസണിങ്ങിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് മനസ്സിലാകും. അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും എത്രത്തോളം റീഡിംഗ് പോലെ തന്നെ ലിസണിങ്ങിനും സിനണിംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്കതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ എന്താണ് സിനണിം എന്നുള്ള ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സിനണിംസ് വേർഡ്സിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സോ സിനണിംസ് എന്ന് പറയുന്നതിന് നമുക്കറിയാം, ഇറ്റ് ഹാസ് എ മേജർ റോൾ ഇൻ അവർ റീഡിങ് ആൻഡ് ലിസണിങ്. സോ സിനണിം എന്ന് പറയുന്നത് ഒരു വേർഡിന് തന്നെ മറ്റ് വാക്കുകളുടെ അർത്ഥവും ഉണ്ടാകും. അതിപ്പോൾ മലയാളത്തിനാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെള്ളം എന്നാണെങ്കിൽ അത് ജലം, വരുതി, അങ്ങനെ കുറേ വാക്കുകൾ സെയിം മീനിങ് വരുന്നതുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നാലും ആ വെള്ളം എന്നുള്ള സെയിം മീനിങ് ആണെന്ന് നമുക്കറിയാം, കാരണം നമ്മുടെ തന്നെ മാതൃഭാഷയാണ് അല്ലേ. അതുപോലെ തന്നെ റീഡിങ്ങിലും നമുക്ക് ഒരു വാക്കിന് തന്നെ പല മീനിങ് ഉള്ള വാക്കുകളുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ സിനണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ സിനണിംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്ന് നമുക്ക് ഒരു 5 സിനണിംസ് വേർഡ്സ് പഠിക്കാം. എല്ലാ ദിവസവും നിങ്ങൾ ഒരു 10 വേർഡ്സ് എങ്കിലും മിനിമം സിനണിംസ് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. നമ്മൾ ഇപ്പോൾ OET പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ പോയാലും നമ്മളൊരു 40 ഡേയ്സൊക്കെ ആയിട്ടല്ലേ നമ്മൾ എക്സാം എഴുതുള്ളൂ. മിനിമം ഒരു 40 ഡേയ്സ് എടുക്കുക എന്തായാലും. അതിൽ താഴെയൊന്നും 40 ഡേയ്സിന് മുന്നേ ഒന്നും പഠിച്ചിട്ട് ആരും ഓടിപ്പോയി എക്സാം എഴുതുകയില്ല. 40 ഡേയ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തൊട്ട് ഒരു 10 വേർഡ്സ് നമ്മൾ സിനണിംസ് പഠിച്ചു പോയാൽ നമുക്കൊരു 400 വേർഡ്സ്, നമുക്ക് പുതിയ 400 വേർഡ്സ് നമ്മുടെ കയ്യിലിരിക്കും. ഇനി ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ പറയുന്ന വാക്കുകളൊന്നും അത്ര പുതിയതല്ല. നമുക്ക് ഏകദേശം നമുക്ക് അറിവുള്ള വാക്കുകൾ തന്നെയാണ് മിക്കവാറും എല്ലാ സിനണിംസും റീഡിങ്ങിലും ലിസണിങ്ങിലും യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളത് ഡെയിലി യൂസ് ചെയ്യുന്നില്ല, ഒന്ന് കേട്ട് വെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കൊരു പരിചയക്കുറവ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ 10 വേർഡ്സ് വെച്ച് ഒരു ദിവസം പഠിക്കാനായിട്ട് വളരെയധികം നമുക്ക് ഈസി ഫീൽ ചെയ്യും നമ്മളത് പഠിച്ചു തുടങ്ങുമ്പോൾ. 10 വേർഡ്സ് എന്ന് പറയുന്നത് 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ജസ്റ്റ് പഠിക്കാനായിട്ട്. നമ്മൾ എത്ര ഡ്യൂട്ടിയാണ്, എത്ര നമുക്ക് തിരക്കാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കുന്ന സമയത്ത്, കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരു 10 വേർഡ്സ് നമ്മളൊരു ചെറിയൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. എഴുതി വയ്ക്കുന്നത് നമ്മൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന, കൂടുതൽ നമ്മളുണ്ടാവുന്ന റൂമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അത് ഓരോ വേർഡായിട്ട് പതുക്കെ വായിച്ച് പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. മനസ്സിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ സിനണിംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സിനണിംസ് പഠിക്കാൻ തുടങ്ങുക. സിനണിംസ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് റീഡിങ്ങും ലിസണിങ്ങും കിട്ടുകയുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ റീഡിങ് ലിസണിങ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലാതെ ആണെങ്കിലും ഔട്ട് ഓഫ് കേരള മലയാളീസിനെ അല്ലാതെ ഉള്ളവർക്ക് പെട്ടെന്ന് റീഡിങ് ലിസണിങ് കിട്ടും. ഒരു 90% കിട്ടും. 10% ആണ് നല്ല ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നുള്ളൂ. അതേസമയത്ത് നമ്മൾ മലയാളി പിള്ളേർക്ക് 10% ആണ് പെട്ടെന്ന് കിട്ടുന്നുള്ളൂ. 90% ഡിഫിക്കൽട്ടി അനുഭവിച്ച് അവിടെ തന്നെ റീഡിങ്ങിലും ലിസണിങ്ങിലും സ്റ്റക്കായി കിടന്ന് പല പ്രാവശ്യം എഴുതി കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടുമാണ് നമ്മൾ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഈ സിനണിംസ് അറിയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഭാഷ അത്ര നമുക്ക് ഫ്ലുവൻ്റ് അല്ല, നമുക്കത് മനസ്സിലാവുന്നില്ല. എന്നാലും നമ്മൾ കേട്ടിട്ടുള്ള വൊക്കാബുലറീസ് തന്നെയാണ് ഇത്. പക്ഷേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് OET പഠിക്കുമ്പോഴെങ്കിലും ഡെയിലി യൂസ് ചെയ്ത് ഒരു 40 വേർഡ്സ്, ഒരു 10 വേർഡ്സ് വെച്ച് പഠിച്ച് ഒരു 400 വേർഡ്സ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വേർഡിലേക്ക് പോകാം. ഫസ്റ്റ് വേർഡ് ഞാൻ പറയുന്നത് വളരെ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ്. ന്യൂമറസ് എന്നുള്ളതാണ് ഫസ്റ്റ് വേർഡ്. ന്യൂമറസ്.
ഇനി ന്യൂമറസിന് 2 വാക്കുകളാണുള്ളത്. ന്യൂമറസ് എന്ന് വെച്ചാൽ ധാരാളം എന്നുള്ളതാണ് കേട്ടോ മലയാളത്തിലെ അർത്ഥം. 2 വാക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ന്യൂമറസിന് ഇത് കൂടാതെ വേറെ വാക്കുകളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഞാൻ 2 എണ്ണമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രൊഫ്യൂസ്, വേരിയസ്, ഈ 2 വാക്കുകളാണ് ന്യൂമറസിന് ഞാൻ തരുന്നത്. പ്രൊഫ്യൂസ് ആൻഡ് വേരിയസ്. നെക്സ്റ്റ് സബ്സിക്വൻറ്റ് എന്നുള്ള വാക്കിലേക്ക് പോകാം. സബ്സിക്വൻറ്റ് എന്നുള്ള വാക്കിനും 2 വാക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കോൺസിക്വൻറ്റ്, ഫോളോയിങ്. കോൺസിക്വൻറ്റ് ആൻഡ് ഫോളോയിങ്. അത് കുട്ടികളൊക്കെ പറയുന്നൊരു കാര്യം ഇത്തിരി നിർത്തി പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോസ് ചെയ്താൽ മതി. പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്പെല്ലിംഗ് നോക്കി സാവകാശം എഴുതിയെടുക്കാൻ പറ്റും. എഴുതിയെടുക്കുക, പെൻസിൽ വെച്ച് പേന വെച്ചോ എഴുതിയെടുക്കുക. അതിനൊരു ബുക്കോ അല്ലെങ്കിൽ എഴുതിയ പഴയ ബുക്കുണ്ടെങ്കിലും മതി. അതിൽ വൃത്തിയായിട്ട് ഓരോ ദിവസത്തെയും ആ ഡേറ്റ്, നിങ്ങളെപ്പോഴാണ് വീഡിയോ കേൾക്കുന്ന ആ ഡേറ്റ് എഴുതിയിട്ട് ഈ വേർഡ്സുകൾ എഴുതി വയ്ക്കുക. അങ്ങനെ ഇത് പഠിച്ച് ഫെമിലിയർ ആവുക കേട്ടോ. 3ാമത്തെ വേർഡ് ഗിവപ്പ്. ഗിവപ്പ് എന്നുള്ളത് ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. സീസ്, ക്വിറ്റ്, ടെർമിനേറ്റ്. ഈ 3 വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് 4ാമത്തെ വാക്കിലേക്ക് പോകാം. ഹോസ്പീസ് കെയർ. എപ്പോഴും നമ്മുടെ റൈറ്റിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഷീ റിക്വയർസ് ഹോസ്പീസ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന്. അതിൻ്റെ 2 വാക്കാണ് ഞാൻ പറയുന്നത്. ഒന്ന് പാലിയേറ്റീവ് കെയർ, 2ാമത്തത് എൻഡ് ഓഫ് ലൈഫ് കെയർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് വേർഡ് പറയുകയാണ്. 5th വേർഡാണ് ഫോർകാസ്റ്റ്. ഫോർകാസ്റ്റിന് പ്രെഡിക്റ്റ്, ഫോർസി. പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയും അല്ലേ, നമ്മൾ അനുമാനിക്കുക എന്നുള്ളതാണ്. അപ്പം ഫോർകാസ്റ്റിന് പ്രെഡിക്റ്റ്, ഫോർസി. 5 വേർഡ്, 5 വേർഡും 5 വേർഡിന് ഉള്ള സിനോണിംസും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സിനോണിംസ് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്ന് ഡേ 1 സിനോണിംസ് ആണ്. എല്ലാവരും ഈ 5 വാക്കുകളും ഫെമിലിയർ ആക്കി വെക്കുക, എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ട് പഠിക്കുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സമയം അനുസരിച്ച് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള മോക്ക് ടെസ്റ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.